ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയുടെ മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ട മലയാളം മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ എടുത്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലെ വീഡിയോസ് എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറി നോക്കിയാൽ മതി. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ മക്കൾ, നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഇവിടെ തന്നിട്ടുണ്ട്. 1 പാറ്റേൺ, 2 സേ ദ നമ്പർ പറയാനാണ്, 3 ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ, 4 കാർ ജേർണി, 5 മെഷർ ദ ഡിസ്റ്റൻസ്, 6 സയൻസ് ഫെസ്റ്റിവൽ. അത്രയും ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. ആക്ടിവിറ്റി 1 പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺസ് ബിലോ. താഴെ നമുക്ക് തന്നിട്ടുള്ള 5 പാറ്റേണുകൾ പൂർത്തിയാക്കണം. ആദ്യത്തേത് നോക്കൂ. ആദ്യത്തേത് കുറച്ച് ഒരു പിക്ചർ പാറ്റേൺ ആണ്. ആദ്യം 2 സർക്കിൾ, പിന്നെ അതിന് മുകളിൽ മറ്റൊരു സർക്കിൾ, പിന്നെ അടുത്തത് താഴെ 3 സർക്കിൾ, പിന്നെ അതിന് മുകളിൽ 2 സർക്കിൾ, അതിന് മുകളിൽ 1 സർക്കിൾ, പിന്നെ ആദ്യം 4 സർക്കിൾ, അതിന് മുകളിൽ 3, അതിന് മുകളിൽ 2, അതിന് മുകളിൽ 1 സർക്കിൾ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് വരും? ആദ്യം 5 സർക്കിൾസ്, അതിന് മുകളിൽ 4, അതിന് മുകളിൽ 3, അതിന് മുകളിൽ 2, അതിന് മുകളിൽ 1. എൻ്റെ പാറ്റേൺ കുറച്ചൊന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. മക്കൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കാം കേട്ടോ. ബിയും ഒരു പിക്ചർ പാറ്റേൺ ആണ്. നോക്കൂ, ആദ്യം ഒരു സ്ക്വയർ ആണ്, അതിനുള്ളിൽ 4 ചെറിയ സ്ക്വയറുകൾ, അതിൽ ഒരു സ്ക്വയറിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ക്വയറിൽ ഒരു സർക്കിളും വരച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തത് എന്ത് വരും? പിന്നെ ആ ഷെയ്ഡ്, ആ കളർ ചെയ്യുന്ന സർക്കിളിന്റെ സർക്കിളല്ല, സ്ക്വയറിന്റെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 4ാമത്തേത് സ്ക്വയർ, കളർ ചെയ്ത സ്ക്വയർ മുകളിലായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ക്വയറിൽ ഒരു സർക്കിളും വരച്ചു കൊടുക്കണം. അടുത്തതൊരു നമ്പർ പാറ്റേൺ ആണ്. 155, 256, 357. ഇവിടെ നമുക്ക് എത്ര വീതമാണ് പാറ്റേണിൽ നമ്പർ കൂടുന്നത് എന്നറിയാൻ മുൻപിലുള്ള സംഖ്യയിൽ നിന്ന് തൊട്ട് മുൻപിലുള്ള സംഖ്യ, അതായത് വലിയ സംഖ്യയിൽ നിന്ന് അതിന് തൊട്ട് പുറകിലുള്ള സംഖ്യ മൈനസ് ചെയ്താൽ മതി. ഒന്നിക്കിൽ നിങ്ങൾക്ക് 256 മൈനസ് 155 ചെയ്യാം, അല്ലെങ്കിൽ 357 മൈനസ് 256 ചെയ്യാം. 2 ചെയ്യുമ്പോഴും ആൻസർ 101 ആണ് ആൻസർ വരുന്നത്. സോ അടുത്ത നമ്പർ കാണാം. 357ലേക്ക് 101 ആഡ് ചെയ്യുക. സോ ആൻസർ 458 ആണ്. അടുത്തത് ഒരു പിക്ചർ പാറ്റേൺ ആണ്. ചൂസ് ദ കറക്റ്റ് പിക്ചർ ടു കംപ്ലീറ്റ് ദ പാറ്റേൺ. താഴെ നമുക്ക് 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ട് അടുത്തത് ഏതാ വരുന്നതെന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നോക്കൂ, ഒരു റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ ഒരു ലൈനും അതിന് നേരെയായിട്ട് ഒരു ആരോ മാർക്കുമാണ് തന്നിട്ടുള്ളത്. ഈ ആരോ മാർക്കിന്റെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലേ. അപ്പൊ അടുത്തത് ആരോ മാർക്കിന്റെ പൊസിഷൻ നേരെ മുകളിലേക്കായിരിക്കും വരുന്നത്. ക്ലോക്ക് വൈസ് ആണ് ഇങ്ങനെ പൊസിഷൻ മാറി വരുന്നത്. അപ്പൊ അടുത്തത് ആരോ മാർക്ക് മുകളിലേക്കായിരിക്കും വരിക. അപ്പോൾ പിക്ചർ 3ാമത്തെ പിക്ചർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അടുത്ത പാറ്റേൺ നോക്കൂ. പാറ്റേൺ ഈ ഒരു നമ്പർ പാറ്റേൺ ആണ്. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റുള്ള നമ്പേഴ്സ് ആണ് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മക്കൾക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള രീതിക്ക് എഴുതി കൊടുക്കാം. 3 ഡിജിറ്റ് വരണം എന്ന് മാത്രം. നോക്കൂ, ഞാൻ എഴുതിയിരിക്കുന്നത് 111, 222, 333, 444. ഇവിടെ 111 വീതമാണ് ആഡായി വരുന്നത്. ആക്ടിവിറ്റി 2, say the number. A bus has 11 seats of 3 people and 9 seats of 2 people. ഒരു ബസ് ഉണ്ട്. ആ ബസ്സിൽ 3 പേര് വീതം ഇരിക്കുന്ന 11 സീറ്റുകളും 11 സീറ്റുകളും 2 പേര് വീതം ഇരിക്കുന്ന 9 സീറ്റുകളുമാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എ, ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ്. അങ്ങനെയാണെങ്കിൽ ഈ ബസ്സിലാകെ എത്ര ആളുകൾക്ക് ഇരിക്കാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, 3 പേര് വീതം ഇരിക്കുന്ന 11 സീറ്റാണ് അല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സീറ്റിൽ ആകെ എത്ര ആളുകൾക്ക് ഇരിക്കാം? 11 × 3, 11 ടൈംസ് 3 ആണ് അല്ലേ. 11 × 3 = 33. ഇനി 2 പേര് വീതം ഇരിക്കുന്ന 9 സീറ്റ്സ് ഉണ്ട്. സോ അതിലാകെ എത്ര പേർക്ക് ഇരിക്കാം? 9 × 2, 18 ആളുകൾക്ക് ഇരിക്കാം. സോ ടോട്ടൽ 33 + 18, 51 ആണ് ആൻസർ. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ദ ജേർണി സ്റ്റാർട്ടഡ് 2 seats of 3 people and 4 seats of 2 people were empty. How many more people can sit and travel in the bus? യാത്ര തുടങ്ങുന്ന സമയത്ത് 3 പേരിരിക്കുന്ന 2 സീറ്റുകളും 2 പേര് വീതം ഇരിക്കുന്ന 4 സീറ്റുകളും എന്തായിരുന്നു? എംറ്റി ആയിരുന്നു, കാലിയായി കിടക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര പേർക്ക് കൂടെ ആ ബസ്സിൽ കയറാം അല്ലെങ്കിൽ യാത്ര ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ.
നമുക്കറിയാം 3 പേര് വീതം ഇരിക്കുന്ന 2 സീറ്റ് കാലി എന്ന് പറയുമ്പോൾ അവിടെ 2 into 6 2 into 3 ഇപ്പോൾ 6 ആളുകൾക്ക് ഇരിക്കാം. പിന്നെ അതുപോലെ 2 പേര് ഇരിക്കുന്ന 4 സീറ്റ് എംറ്റി എന്ന് പറയുമ്പോൾ 4 into 2 8 ആളുകൾക്ക് ഇരിക്കാം. സോ ടോട്ടൽ 6 plus 8 14 ആളുകൾക്ക് കൂടെ ആ ബസ്സിൽ ഇനി ഇരിക്കാൻ പറ്റും. Question C. Which of the following is the mathematical operation of 3 plus 3 plus 3 plus 3 plus 3 plus 3? Pick the correct one. 3 plus 3 plus 3 plus 3 plus അങ്ങനെ 6 times 3 ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ടുള്ളത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. 6 plus 3 6 plus 3 6 divided by 3 6 into 3 6 minus 3. അപ്പൊ നമുക്കറിയാം 6 times 3 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? 6 into 3 ചെയ്താൽ മതി. സോ 6 into 3 ആണ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ. എ പേഴ്സൺ ക്യാൻ ഷോട്ട് 10 rounds on each shoot. Wherever the bullet hits, the person got the score. I think the person gets the score. ഒരാൾക്ക് 10 റൗണ്ടായിട്ട് ഷൂട്ട് ചെയ്യാം. ഈ ഷൂട്ട് ചെയ്തിട്ട് ഏത് നമ്പറിൽ പോയി തട്ടുന്നോ ആ പോയിന്റ് അയാൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഷൂട്ടിംഗ് പോയിന്റിൽ 1, 10, 100 അങ്ങനെ 3 നമ്പേഴ്സാണ് ഉള്ളത്. ദ സ്കോർ ആഫ്റ്റർ 5 rounds ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. അങ്ങനെ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സ്കോർ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. സ്കോർ ബോർഡ് നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് ഷോട്ട്സ് ഓൺ 100, 10 and 1. ആദ്യത്തെ ആള് അരുൺ ആണ്. അരുണ് 3 times 100ൽ ഹിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് 300. പിന്നെ ഓൺ 10ൽ നിൽ തീരെ ഹിറ്റ് ചെയ്തിട്ടില്ല, സോ 0. പിന്നെ ഓൺ 1ൽ 2 times ഹിറ്റ് ചെയ്തു, സോ 300 plus 2 ഈക്വൽ ടു 302 ആണ് ആൻസർ. ഇനി അടുത്ത ആള് വിജയ് ആണ്. വിജയ്ക്ക് കിട്ടിയ പോയിന്റ് 311 ആണ്. അപ്പൊ എത്ര ടൈം 100ലും എത്ര ടൈം 10ലും എത്ര ടൈം 1ലും ഹിറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയായിരിക്കും ഇതിൽ എത്ര 311ൽ എത്ര 100ഉം എത്ര 10സും എത്ര 1s ഉണ്ടെന്ന് നോക്കിയാൽ മതി. 311ൽ 300സും 1 10ഉം 1 1ഉം ആണ് ഉള്ളത്. സോ 3 times on 100, 1 times on 10, 1 times on 1 അങ്ങനെയാണ് വരുന്നത്. അടുത്തയാള് സെബീനയാണ്. സെബീനയുടെ പോയിന്റ് 320 ആണ്. അപ്പൊ എത്ര തവണ 100ലും 10ലും 1ലും ഹിറ്റ് ചെയ്തു എന്നറിയാം. 320ൽ എത്ര 100ഉം 10സും 1സും ഉണ്ടെന്ന് നോക്കിയാൽ മതി. 3 100സും 2 10സും 0 1സും ആണുള്ളത്. സോ ഓൺ 100 3 times, ഓൺ 10 2 times, ഓൺ 1 0 times അല്ലെങ്കിൽ നിൽ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹു ഗോട്ട് ദ ലീസ്റ്റ് സ്കോർ? ആർക്കാണ് കുറവ് സ്കോർ ലഭിച്ചത്? അരുണിന് 302, വിജയ്ക്ക് 311, സെബീനയ്ക്ക് 320. ഇതിലെ ചെറിയ നമ്പർ 302 ആണ്. സോ അരുണിനാണ് കുറവ് സംഖ്യ ലഭിച്ചത്. ക്വസ്റ്റ്യൻ സി, when 10 rounds were finished, one got 820 points and won. Who won the competition? 10 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 820 പോയിന്റ്സ് കിട്ടി, അയാൾ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ആരാണ് ജയിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? 302ലേക്കും 311ലേക്കും 320ലേക്കും 5 റൗണ്ട്സ് കൂടെ കഴിയണം അല്ലേ? 5 റൗണ്ട്സ് കഴിഞ്ഞിട്ട് ആ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ 820 ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 5 റൗണ്ട്സ് കഴിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് ഏറ്റവും മാക്സിമം പോയാൽ 500 വരെ ഇനിയുള്ള പോയിന്റ്സ് കിട്ടുള്ളൂ. കാരണം 5 റൗണ്ട് കഴിഞ്ഞു, ബാക്കി 5 റൗണ്ടിലും 500 കിട്ടിയാൽ അല്ലെങ്കിൽ 100 വീതം കിട്ടിയാൽ 820 ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ 302 plus 500 എത്രയാണ്? 802 ആണ്. അപ്പൊ അതല്ല. ഇനി വിജയുടെ 311 ആഡ് ചെയ്ത് നോക്കാം. 311 plus 500 811 ആണ്. അതുമല്ല. സെബീനയുടെ നോക്കാം. 320 plus 500 820 ആണ്. സോ സെബീനയാണ് വിന്നർ ആയിട്ടുള്ളത്. 820 വരുന്നുണ്ട്. Question D, which of the following score would be the most likely score in the 10 round shooting match? Tick the right one. താഴെ തന്നിട്ടുള്ള ഓരോ നമ്പറിൽ 10 സ്കോറിൽ കിട്ടാവുന്ന പോയിന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് സിമ്പിൾ ആണ് മക്കളെ. കണ്ടാൽ നമുക്ക് തോന്നും വലിയ പ്രോബ്ലം ആണെന്ന്. പക്ഷെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഈ ഓരോ നമ്പറിന്റെയും തന്നിരിക്കുന്ന നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ് കാണാം. സം ഓഫ് ഡിജിറ്റ് കാണുമ്പോൾ 10 വരുന്നുണ്ടോ എന്ന് നോക്കുക. 10 വരുന്നുണ്ടെങ്കിൽ ആ നമ്പറാണ് ആൻസർ. ഇനി ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ തന്നാലും അതിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സം ഓഫ് ഡിജിറ്റ് കണ്ടു നോക്കിയാൽ മതി. സോ ആദ്യത്തെ നമ്പർ 534 ആണ്. 534ന്റെ സം ഓഫ് ഡിജിറ്റ് എത്രയാണ്? 5 plus 3 plus 4 which is equal to 5 plus 3 8 ആണ്. 8 plus 4 12 ആണ്. അതല്ല. 722 ആണെങ്കിലോ 7 plus 2 plus 2 7 plus 2 9 ആണ്. 9 plus 2 11 ആണ്. സോ അതും അല്ല. 613 വന്നാലോ 6 plus 1
7 ആണ്. 7 + 3 10 ആണ്. സോ 613 ആണ് നമുക്ക് കിട്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ള ആൻസർ. 1010 വരില്ല. 1 + 0 + 1 + 0 എന്താണ്? 2 ആണ്. സോ അതും വരില്ല. സോ ആൻസർ 613 ആണ്. ആക്ടിവിറ്റി 4 നോക്കൂ. കാർ ജേണി. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. തിരുവനന്തപുരത്ത് നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ. കൊല്ലത്തേക്ക് 65 കിലോമീറ്റേഴ്സ്, ആലപ്പുഴയിലേക്ക് 150 കിലോമീറ്റേഴ്സ്, കൊച്ചിയിലേക്ക് 205 കിലോമീറ്റേഴ്സ്, തൃശ്ശൂരിലേക്ക് 304 കിലോമീറ്റേഴ്സ്, കോഴിക്കോട്ടേക്ക് 397 കിലോമീറ്റേഴ്സ്, കണ്ണൂരിലേക്ക് 471 കിലോമീറ്റേഴ്സ്, കാസർഗോഡേക്ക് 585 കിലോമീറ്റേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ദൂരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫ്രം തിരുവനന്തപുരം ടു കൊല്ലം എത്രയുണ്ട്? 65 ഉണ്ട്. ദെൻ ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ് എത്രയുണ്ട്? 585 ഉണ്ട്. സോ ഫ്രം കൊല്ലം ടു കാസർഗോഡ് കാണാൻ ഈ 585 നിന്ന് 65 മൈനസ് ചെയ്താൽ മതി. ആൻസർ 520 കിലോമീറ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ തിരുവനന്തപുരം ടു കണ്ണൂർ 471 കിലോമീറ്റേഴ്സ് ആണ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ 397 കിലോമീറ്റേഴ്സ് ആണ്. സോ കണ്ണൂർ ടു കോഴിക്കോട് എത്രയായിരിക്കും? ഈ 471 നിന്ന് 397 മൈനസ് ചെയ്യുക. ആൻസർ 74 കിലോമീറ്റേഴ്സ് ആണ്. Question C. In a car journey from Thiruvananthapuram to Kasaragod, Ragesh drives the car till Thrissur and then Radhika drives the car from Thrissur to Kasaragod. Who drives more? How much more? ഇവര് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുകയാണ്. ആര്? രാകേഷും രാധികയും. അപ്പോൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ രാകേഷ് ഡ്രൈവ് ചെയ്തു. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ രാധിക ഡ്രൈവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആരാണ് കൂടുതൽ ദൂരം കാർ ഓടിച്ചത്? എത്ര കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം രാകേഷിന്റെ നമുക്കറിയാം ഫ്രം തിരുവനന്തപുരം ടു തൃശ്ശൂർ നമുക്ക് ഓൾറെഡി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 304 കിലോമീറ്റേഴ്സ് ആണ്. ഇനി രാധിക ഡ്രൈവ് ചെയ്തത് എത്രയാണ്? ഫ്രം തൃശ്ശൂർ ടു കാസർഗോഡ് ആണ്. സോ അത് കാണാൻ 585 മൈനസ് 304 ചെയ്താൽ മതി. ആൻസർ 281 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ കൂടുതൽ ദൂരം കാർ ഓടിച്ചത് രാകേഷ് ആണ്. 304 ആണ് 281-നെക്കാട്ടിലും കൂടുതൽ. ഇനി എത്ര കൂടുതലാണ്? ഹൗ മച്ച് മോർ? അത് കാണാൻ ഈ 304-ൽ നിന്ന് 281 മൈനസ് ചെയ്യുക. 4 - 1 3 ആണ്. 10 - 8 നമുക്ക് 0 - 8 ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 3-ൽ നിന്നൊന്ന് കടമെടുത്തു. അപ്പൊ 0 10 ആയി. 10 - 8 2 ആണ്. സോ 23 കിലോമീറ്റേഴ്സ് ആണ് കൂടുതൽ. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. മെഷർ ദ ഡിസ്റ്റൻസ്. വിന്നി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലോങ് ജംപ് കോമ്പറ്റീഷൻ. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ. വിന്നിയും അവളുടെ ഫ്രണ്ട്സും കൂടെ ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുക. ഒരുത്തരും ചാടിയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. ബെന്നി 1 മീറ്റർ 45 സെന്റിമീറ്റേഴ്സ്, നിധി 160 സെന്റിമീറ്റേഴ്സ്, ജിതിൻ 1 മീറ്റർ 50 സെന്റിമീറ്റേഴ്സ്, റിമി 200 സെന്റിമീറ്റേഴ്സ്, വിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റേഴ്സ്. അപ്പൊ മക്കളെ നമുക്ക് എന്തറിയാം? നമ്മൾക്ക് ഒന്നുകിൽ ഇതിനെ എല്ലാത്തിനെയും സെന്റിമീറ്റേഴ്സിലേക്ക് മാറ്റി എഴുതാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും മീറ്ററിലേക്ക് മാറ്റി എഴുതാം. ഒരു അളവിലേക്ക് മാത്രം മാറ്റി എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. നമുക്കറിയാം 1 മീറ്റർ = 100 സെന്റിമീറ്റേഴ്സ് ആണ്. സോ ബെന്നി ചാടിയ 1 മീറ്റർ 45 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താവും? 1 മീറ്റർ എന്ന് വെച്ചാൽ 100 + 45 145 സെന്റിമീറ്റേഴ്സ് ആണ്. നിധിയുടേത് പിന്നെ സെന്റിമീറ്റേഴ്സിൽ തന്നെയാണ്, 160 സെന്റിമീറ്റേഴ്സ്. ജിതിൻ്റേത് 1 മീറ്റർ 50 സെന്റിമീറ്റേഴ്സ് ആണ്. സോ 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 + 50 150 സെന്റിമീറ്റേഴ്സ്. റിമി 200 സെന്റിമീറ്റേഴ്സ്. വിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 1 മീറ്ററിനെ 100 എന്ന് എഴുതാം. 100 + 85 185 സെന്റിമീറ്റേഴ്സ്. ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ദ ടോപ്പ് 2 പേഴ്സൺസ് ഇൻ ദ കോമ്പറ്റീഷൻ. മത്സരത്തിൽ മുന്നിലുള്ള അല്ലെങ്കിൽ വിജയികളായ 2 സ്ഥാനക്കാരെ എഴുതുക. ഫസ്റ്റ് പൊസിഷൻ ആർക്കാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ജമ്പ് ചെയ്തത് ആരാണ്? നോക്കൂ, റിമി ആണല്ലേ. 200 സെന്റിമീറ്റർ ആണ് ഏറ്റവും വലിയ സംഖ്യ. സോ റിമിയാണ് ഫസ്റ്റ് പൊസിഷൻ. ഡിസ്റ്റൻസ് കവേർഡ് 200 സെന്റിമീറ്റേഴ്സ്. സെക്കൻഡ് പൊസിഷനിൽ ഉള്ളത് വിന്നിയാണ്. വിന്നി 185 സെന്റിമീറ്റേഴ്സ് ആണ് കവർ ചെയ്തത്. ഇതിലെ ക്വസ്റ്റ്യൻ ബി, ഫ്രം ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്. ഈ ടേബിളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ചാടിയ ദൂരവും ഏറ്റവും കുറവ് ഉയരത്തിലല്ല ഡിസ്റ്റൻസിൽ ചാടിയ ദൂരവും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 സെന്റിമീറ്റേഴ്സ് ആണ്.
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചെറിയ ദൂരം എന്ന് പറയുന്നത് 145 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ ഡിഫറൻസ് കാണാൻ 200 മൈനസ് 145 ചെയ്യണം. 200 മൈനസ് 100 100 ആണ്. 100 മൈനസ് 40 60 ആണ്. 60 മൈനസ് 5 55 ആണ്. ആൻസർ 55 സെന്റിമീറ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ സി, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെന്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ, ടിക്ക് ദ റൈറ്റ് ആൻസർ. താഴെ നമുക്ക് കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. അതിൽ ഒരു പെൻസിലിന്റെ അളവ് ആവാൻ സാധ്യതയുള്ള ആൻസർ ചെയ്ത് അതിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് 180 സെന്റിമീറ്റേഴ്സ് 180 സെന്റിമീറ്റർ, രണ്ടാമത്തേത് 18 മീറ്റേഴ്സ്, മൂന്നാമത്തേത് 18 സെന്റിമീറ്റേഴ്സ്, നാലാമത്തേത് 180 മീറ്റേഴ്സ്. നോക്കൂ മക്കളെ, ഇതിൽ 18 സെന്റിമീറ്റേഴ്സ് ആണ് ഒരു പെൻസിലിന്റെ ലെങ്ത് ആവാൻ പോസിബിൾ ആയിട്ടുള്ള മെഷർമെന്റ്. കാരണം എന്താണ്, 180 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 മീറ്ററും 80 സെന്റിമീറ്റേഴ്സും വരും. അപ്പൊ മക്കളുടെ കയ്യിലുള്ള ഒരു സ്കെയിലിന് വലിയ സ്കെയിലാണെങ്കിൽ ഏറിയാൽ 30 സെന്റിമീറ്റേഴ്സേ ലെങ്ത് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ചെറിയ സ്കെയിലാണെങ്കിൽ 15 സെന്റിമീറ്റേഴ്സ്. നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള ഡെസ്ക് ഏറിയാൽ ഒരു 2 മീറ്റേഴ്സ് ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ 2 മീറ്റേഴ്സിനെക്കാട്ടിലുമാണ് 18 മീറ്റേഴ്സും 180 മീറ്റേഴ്സും ഒക്കെ. അത്രയും എന്തായാലും ഒരു പെൻസിലിന്റെ ലെങ്ത് വരില്ലല്ലോ. ഡെസ്കിന്റെ അത്രയും അല്ലെങ്കിൽ ഡെസ്കിനെക്കാട്ടിലും കൂടുതൽ ലെങ്ത് ഒരു പെൻസിലിന് വരുന്നുണ്ടോ? ഇല്ല അല്ലേ, ചെറുതാണ്. ഏകദേശം നമ്മുടെ സ്കെയിലിന്റെ അത്രയൊക്കെ തന്നെ ലെങ്ത് പെൻസിലിന് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് ഇതിൽ പോസിബിൾ ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റേഴ്സ് ആണ്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 6 സയൻസ് ഫെസ്റ്റിവൽ. The table below shows the number of students participated in various competitions on each day of the 2-day sub-district science festival. സബ്-ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവലിൽ 2 ദിവസങ്ങളിലായിട്ട് പങ്കെടുത്ത വ്യത്യസ്ത ഇനങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ നമ്പറാണ് നമുക്ക് താഴെ തന്നിട്ടുള്ള ടേബിളിലുള്ളത്. നോക്കൂ, ഫസ്റ്റ് ഡേ നോക്കൂ, സയൻസ് ഫെയറിൽ പങ്കെടുത്ത കുട്ടികൾ 212 ആണ്. ഓൺ ദ സ്പോട്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ പങ്കെടുത്തത് 145 സ്റ്റുഡൻസ് ആണ്. സോഷ്യൽ സയൻസ് ഫെയറിൽ പങ്കെടുത്തത് 143 സ്റ്റുഡൻസ് ആണ്. ഇനി സെക്കൻഡ് ഡേ മാത്തമാറ്റിക്സ് ഫെയറിൽ പങ്കെടുത്തത് 118 സ്റ്റുഡൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് എക്സിബിഷനിൽ പങ്കെടുത്തത് 122 സ്റ്റുഡൻസ് ആണ്. IT ഫെയറിൽ 147 സ്റ്റുഡൻസ് ആണ്. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days? വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ പങ്കെടുത്ത 2 ദിവസവും പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ നമ്പർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓൺ ദ സ്പോട്ട് വർക്ക് എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ഡേ പങ്കെടുത്തത് 145ഉം സെക്കൻഡ് ഡേ 122ഉം സ്റ്റുഡൻസ് ആയിരുന്നു. ടോട്ടൽ കാണാൻ 145 പ്ലസ് 122 ചെയ്യണം. 5 പ്ലസ് 2 7, 4 പ്ലസ് 2 6, 1 പ്ലസ് 1 2. സോ ടോട്ടൽ 267 സ്റ്റുഡൻസ്. Question B, what is the total number of students participated in sub-district science festival? ഈ സബ്-ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവലിൽ ടോട്ടൽ പങ്കെടുത്ത കുട്ടികൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുകിൽ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം. 212 പ്ലസ് 145 പ്ലസ് 143 പ്ലസ് 118 പ്ലസ് 122 പ്ലസ് 147 അങ്ങനെ ഒന്നാകെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡേ പങ്കെടുത്ത കുട്ടികളുടെ നമ്പർ ആദ്യം കാണുക, സെക്കൻഡ് ഡേ പങ്കെടുത്തത് നെക്സ്റ്റ് കാണുക. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. സോ ഫസ്റ്റ് ഡേ പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ 212 പ്ലസ് 145 പ്ലസ് 143 ആണ്. 2 പ്ലസ് 5 പ്ലസ് 3 എത്രയാണ്? 10 ആണ്. 10ന്റെ 0 ഇട്ട് 1 നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുന്നു. 1 പ്ലസ് 1 2, 2 പ്ലസ് 4 6, 6 പ്ലസ് 4 10. 10ന്റെ 0 ഇട്ട് 1 അപ്പുറത്തേക്ക് കൊടുത്തു. 1 പ്ലസ് 2 3, 3 പ്ലസ് 1 4, 4 പ്ലസ് 1 5. സോ ആൻസർ 500 ആണ്. 500 സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ഡേ പങ്കെടുത്തത്. സെക്കൻഡ് ഡേ പങ്കെടുത്തത് 118 പ്ലസ് 122 പ്ലസ് 147 ആണ്. 8 പ്ലസ് 2 10, 10 പ്ലസ് 7 17, 17 ഇട്ട് 7 ഇട്ട് 1 നമ്മൾ അപ്പുറത്ത് കൊടുത്തു. 1 പ്ലസ് 1 2, 2 പ്ലസ് 2 4, 4 പ്ലസ് 4 8, 1 പ്ലസ് 1 പ്ലസ് 1 3. സോ ടോട്ടൽ 387 സ്റ്റുഡൻസ് ആണ് സെക്കൻഡ് ഡേ പങ്കെടുത്തത്. ഇനി ടോട്ടൽ എത്ര പങ്കെടുത്തു? 2 ദിവസം കൂടെ ഇട്ട് ഈ 500ഉം 387ഉം ആഡ് ചെയ്താൽ മതി. 500 പ്ലസ് 387, 0 പ്ലസ് 7 7, 0 പ്ലസ് 8 8, 5 പ്ലസ് 3 8. ടോട്ടൽ 887 സ്റ്റുഡൻസ് ആണ് സയൻസ് ഫെസ്റ്റിവലിൽ ടോട്ടൽ പങ്കെടുത്തത്. ക്വസ്റ്റ്യൻ സി, ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ? രണ്ടാമത്തെ ദിവസത്തെക്കാട്ടിലും എത്ര കുട്ടികൾ അധികം ഒന്നാമത്തെ ദിവസം പങ്കെടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ഡേ 387 ആയിരുന്നു, ഫസ്റ്റ് ഡേ 500 ആയിരുന്നു. എത്ര അധികം എന്ന് കാണാൻ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കാണണം. അതായത് 500 മൈനസ് 387 കാണണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ 5ൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ 500ൽ നിന്ന് 300 മൈനസ് ചെയ്താൽ എത്രയായി? 200 ആയി. 200ൽ നിന്ന് 80 മൈനസ് ചെയ്താൽ 120. 120ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 113. സോ ആൻസർ 113 ആണ്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഫോമാറ്റിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും വീഡിയോസിനും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണേ. അപ്പോഴത്തെ ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്